നമസ്കാരം, ഇത് IBN മലയാളം. പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആയുധങ്ങളും നൽകി ചൈനയുടെ നൂതന മിസൈലുകൾ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ലഭിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളുമാണ് ചൈന വിതരണം ചെയ്തത്. PL-15 ദീർഘദൂര മിസൈലുകൾ, JF-17 യുദ്ധവിമാനങ്ങൾ, PL-15 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് BVR മിസൈലുകളൊക്കെ ചൈന പാകിസ്ഥാന് നൽകി എന്നതാണ് പാകിസ്ഥാനും ഇന്ത്യയിലെ പാകിസ്ഥാൻ വാദികളും ആഘോഷിക്കുന്നത്. തുർക്കി വ്യോമസേനയുടെ 7 C-130 ഹെർക്കുലീസ് വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്നും 6 വിമാനങ്ങൾ കറാച്ചിയിലും 1 വിമാനം ഇസ്ലാമാബാദിലുമാണ് ഇറക്കിയതുമെന്നൊക്കെ തള്ളിമറിക്കുന്നുമുണ്ട്. പൊലിപ്പിക്കുന്ന ഈ വാർത്തകളൊക്കെ കേട്ട് രോമാഞ്ചകഞ്ചുകമണിയുന്നവരോട് ഒന്ന് പറയട്ടെ, ലോകവിപണിയിൽ പാപ്പരായിരിക്കുന്ന ചില രാജ്യങ്ങളും പാകിസ്ഥാനുമല്ലാതെ ചൈനീസ് ആയുധങ്ങൾ ആരും വാങ്ങാറില്ല എന്നതാണ് സത്യം. കുറച്ചു നാൾ മുമ്പ് ഭാരതീയ വായുസേന വിമാനങ്ങൾ പാകിസ്ഥാനിൽ കയറി ദീപാവലി ആഘോഷിച്ചിട്ട് തിരിച്ചു വന്നിട്ടും ചൈനയുടെ പക്കൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിവെച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വായും പൊളിച്ച് നിന്നതല്ലാതെ ഒന്ന് കണ്ണിറുക്കി പോലും കാണിച്ചിരുന്നില്ല. തുർക്കിയുടെ കാര്യമാണ് അതിലേറെ രസം. ഗാസയെ തൊട്ടാൽ ഇസ്രയേലിനെ മൂക്കിൽ കയറ്റുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നടക്കുന്ന തുർക്കി ഹമാസ് ഭീകരരെ ഇസ്രയേൽ പട്ടാളം ഏറുപടക്കം പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ചിട്ടും ഇതുവരെ അറിഞ്ഞ മട്ടില്ല. തുർക്കിയിൽ ഉപയോഗിച്ച് പഴകി എന്തൊക്കെയോ ആയുധ അവശിഷ്ടങ്ങൾ പാകിസ്ഥാനിൽ കൊണ്ട് നല്ല വിലയ്ക്ക് വിറ്റ് കാശാക്കി. അത്ര തന്നെ കിട്ടിയ അവസരം തുർക്കിയും മുതലാക്കി. ചൈനയുടെയും തുർക്കിയുടെയും സ്നേഹത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന പാകിസ്ഥാനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം പുറത്തുവിടുന്നത്. പാകിസ്ഥാനെ പറന്നു ചെന്ന് കരിച്ചു കളയാൻ ശേഷിയുള്ള ഒരു ബ്രഹ്മാസ്ത്രം ഉടൻ ഭാരതത്തിൽ എത്താൻ പോകുന്നു. ചൈനയുടെയും തുർക്കിയുടെയും എല്ലാ ആയുധങ്ങളെയും കടത്തിവെട്ടാൻ പറ്റുന്ന റാഫേൽ മറൈൻ വേർഷൻ ഉടൻ ഭാരതത്തിലെത്തും എന്നതാണ് ആ വാർത്ത. വിവിധ തരത്തിലുള്ള അത്യന്തം വിനാശകാരികളായ നൂതന ആയുധങ്ങൾ ഇപ്പോൾ ഇസ്രയേൽ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നു. അതോടൊപ്പം ഭാരതത്തിന്റെ നാവിക ശക്തിക്ക് ഉരുക്കിന്റെ ശക്തി നൽകുന്ന റാഫേൽ മറൈൻ വേർഷൻ എത്തുമ്പോൾ പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. 2025 ഏപ്രിൽ 28-ന് ഇന്ത്യ ഫ്രാൻസുമായി 26 റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള $7.4 ബില്യൺ, അതായത് ഏകദേശം 63,000 കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചു. ഇത് ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായി സുസ്ഥിരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സുശക്തമായ നേവിക്ക് ഇനിയും ആധുനികതയുടെയും പുത്തൻ സാങ്കേതിക വിദ്യയുടെയും കരുത്തു പകരാൻ ഈ റാഫേൽ കരാർ ഇന്ത്യക്ക് നാവികസേനയ്ക്ക് ശക്തി പകരും. റാഫേൽ മറൈൻ ഇനി ഇന്ത്യൻ നാവിക കപ്പൽ പടയിലെ പുതിയ വാരണാസ്ത്രമായിരിക്കും. റാഫേൽ മറൈൻ എന്നത് ഫ്രാൻസിലെ ഡെസേർട്ടഡ് ഏവിയേഷൻ നിർമ്മിച്ച വിമാനവാഹിനികളിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുയോജ്യമായ ഒരു മൾട്ടി റോളർ യുദ്ധവിമാനമാണ്. ഇത് നമ്മുടെ നാവികസേനയുടെ കുന്തമുനകളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനികളിൽ വിന്യസിക്കുന്നതിനായാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. റാഫേൽ മറൈൻ സ്ക്വാഡ്രനുകൾ സജ്ജമാകുമ്പോൾ ഇതുവരെ ആസ്ഥാനം വഹിച്ചിരുന്ന പഴക്കം ചെന്ന MiG-29 നേവൽ ഏവിയേഷൻ ഫ്ലീറ്റ് ഇന്ത്യൻ നേവി ഉപേക്ഷിക്കും. വളരെ കുറഞ്ഞ ദൂരത്തിൽ വിമാനവാഹിനികളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനും കപ്പലിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനും അനുയോജ്യമായ ഘടന. കാറ്റപ്പുൾ ടേക്ക് ഓഫും അറസ്റ്റർ ഹുക്ക് ലാൻഡിങ്ങും റഫേൽ മറൈനെ ഇതിനായി സഹായിക്കും. റഫേലിലുള്ള ആധുനിക അവിയോണിക് സംവിധാനങ്ങൾ എടുത്തു പറയേണ്ടവയാണ്. താലസ് RB-E2 AESA റഡാറും സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും നമുക്ക് നേരെ വരുന്ന ആക്രമണം നേരത്തെ കാണാനും അതിനെ നേരിടാൻ പ്രതിരോധം ഒരുക്കാനും സഹായിക്കും. റാഫേൽ മറൈന്റെ റേഞ്ച് എന്നത് ഏകദേശം 1850 കിലോമീറ്റർ പരിധിയും മാക് 2 വരെ വേഗതയും എടുക്കാൻ സാധിക്കും എന്നതാണ്. വളരെ വേഗത്തിലും സുരക്ഷിതമായി മനൂവർ ചെയ്യാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനും റാഫേൽ മറൈൻ സജ്ജമാണ് എന്ന് ചുരുക്കം. 100 കിലോമീറ്ററിലധികം ദൂരത്തിൽ ശത്രുവിനെ ലക്ഷ്യമിടാൻ കഴിയുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ റാഫേലിൽ സജ്ജമാണ്. സമുദ്രത്തിലെ കപ്പലുകൾക്കെതിരെ ഉപയോഗിക്കുന്ന ആന്റി ഷിപ്പ് മിസൈലും റാഫേലിൽ ഉണ്ടാകും. 300 കിലോമീറ്റർ ദൂരത്തിൽ നിലത്തിലുള്ള ലക്ഷ്യങ്ങളെ നിഷിദ്ധമായി ആക്രമിക്കാൻ കഴിയുന്ന ക്രൂയിസ് മിസൈൽ, ലേസർ ഗൈഡ് ബോംബുകൾ, അതായത് GPS സംവിധാനം സജ്ജമാക്കിയ ലേസർ ഗൈഡ് ബോംബുകൾ, 30 mm കാനർ തോക്കുകളാണ് റാഫേൽ മറൈനിൽ ഉപയോഗിക്കുക. റാഫേൽ മറൈനിൽ വിമാനങ്ങളെ ഫ്യൂസലേജ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടും. ഇത് ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ ചൈനയുടെ ഷെങ്യാങ് J-15, പാകിസ്ഥാന്റെ JF-17 എന്നിവയെ അപേക്ഷിച്ച് മികച്ചവയാണ് റാഫേൽ മറൈൻ വേർഷൻ. ചൈന പാകിസ്ഥാന് നൽകിയ JF-17 വിമാനങ്ങൾ റാഫേലിന്റെ മിസൈൽ ആക്രമണശേഷിയും റഡാർ സംവിധാനങ്ങളും എല്ലാം തന്നെ പിന്നിലാണ്. റാഫേൽ മറൈൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് സമുദ്ര പ്രതിരോധം വ്യക്തമായ മുൻതൂക്കം നൽകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യൻ സമുദ്രങ്ങളും നാവികസേനയും ഇനി കൂടുതൽ സുരക്ഷിതവും ശക്തവും അപകടകാരിയുമായി മാറും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.